എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വീണ്ടും ഞാൻ എൻ്റെ കാറിലിരുന്നിട്ട് വീഡിയോ ചെയ്യാണ്. സോ ഫ്യൂരിയോസ, എ മാഡ് മാക്സ് സാഗ, ഒരു മാഡ് മാക്സിന്റെ കഥ. അടിപൊളി. ക്രിസ് ഹെംസ്വർത്ത് ഒരു രക്ഷയില്ല മനുഷ്യൻ, ഒരു രക്ഷയില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. ടോം ബോക്ക് പോളി, അന ടൈലർ ജോയ്, അല്ല അനിയ അനിയ ടൈലർ ജോയ്. ഈ അനിയ ടൈലറിനെ ആദ്യം കാണുന്നത് ഞാൻ നമ്മുടെ അല്ല വില്ലേജ് നൈറ്റ് നൈറ്റ് ശ്യാമളൻ തന്നെ, നൈറ്റ് ശ്യാമളൻ്റെ ആ പുള്ളിയുടെ കഥ. പിന്നെ കാണുന്നത് ദ വിച്ച് എന്ന് പറഞ്ഞ സിനിമയാണ്. പൊളി അഭിനയമാണ് അവർ. ഈ പടത്തിലും കാലക്കിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ അല്ല എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഓസ്ട്രേലിയൻ ആക്സെന്റ് ഒന്നും വലിയതില്ല. ക്രിസ് ഹെംസ്വർത്തിന്റെ ക്യാരക്ടർ എൻ്റെ പൊന്നോ, എന്താണ് പുള്ളിയുടെ ഡെമൻഡസ് ഡെമൻഡസ് അങ്ങനെ എന്തോ ഒരു ക്യാരക്ടറിന്റെ പേര്. കലക്കിയിട്ടുണ്ട് കേട്ടോ പുള്ളി, ഒരു രക്ഷയില്ല. ഇയാള് ഇത്രയ്ക്കും നല്ലൊരു നടനാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലായത്. പുള്ളി നന്നായിട്ട് ആക്ഷനൊക്കെ ചെയ്യുന്നതാണ് നമുക്കറിയാം. നല്ല മൂവിയിലും നമ്മളെ തോറും മാങ്ങങ്ങളൊക്കെ നമ്മളെ എന്തായാലും എക്സ്ട്രാക്ഷൻ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം പുള്ളി ആക്ഷനിൽ പുള്ളിനെ വല്ലാൻ വേറെ ആരുമില്ല. ഓക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ എന്നാലും പുള്ളി ആക്ഷനിൽ കിട്ടുവാണ്. പക്ഷെ ഇതിലെ അഭിനയം, ഓ ഹോ 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 ഹോ, പൊളിച്ചു പൊളിച്ചു പൊളിച്ചു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ അഭിനയം. സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ ആ ക്യാരക്ടർ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് ആ ലാസ്റ്റ് എത്തുമ്പോഴേക്കും പുള്ളിയുടെ കുറെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട് മോനെ. ശരിക്കും ഇങ്ങനെ എന്താ പറയാ, ഓ ഹരം കയറുന്ന കുറെ ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. ലാസ്റ്റിൽ ആ പുള്ളിനെ കൊല്ലാനൊക്കെ ഉള്ള, ഓ സോറി ഞാൻ സ്പോയിലർ പറയുന്നത്, ആ ഒരു സീനൊക്കെ ഉണ്ട്, അടിപൊളിയുണ്ട്. പിന്നെ ജോർജ് മില്ലർ, ഈ മൂവിയുടെ ഡയറക്ടർ. മോനെ ജോർജ് മില്ലർ തന്നെയല്ലേ പുള്ളിയുടെ ഈ മൂവി ഡയറക്ടർ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ബിക്കോസ് നോർമലി മാഡ് മാക്സ് എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതും അത് ഡയറക്ടർ ജോർജ് മില്ലർ, യെസ്. പുള്ളി ഞാൻ IMDb-യിലാണ് നോക്കുന്നത്. അപ്പോൾ ജോർജ് മില്ലർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പുള്ളി ഈ മാഡ് മാക്സിൻ്റെ ഒരു ഉസ്താദാണ്. പുള്ളിയാണ് കുറേ മാഡ് മാക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് അപ്പോൾ പുള്ളിയുടെ ഒരു ആക്ഷൻ കോറിയോഗ്രാഫിയും ഡയറക്ഷനും സിനിമോട്ടോഗ്രാഫിയും, ഓ എൻ്റെ പൊന്നോ, ഈ പടം എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പിങ്ങിലൊക്കെ, ഓ ഒരു രക്ഷയില്ല. എന്ത് ബ്യൂട്ടിഫുൾ അതിൻ്റെ ലാൻഡ്സ്കേപ്പാണ്. ഈവൺ അവിടെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ, ഓ ലാൻഡ്സ്കേപ്പ് നോക്കി ഇങ്ങനെ, ഓ മൈ ഗോഡ് എന്ത് രസമാണ് ലാൻഡ്സ്കേപ്പ്. ആ മലകളും ആ ഡെസേർട്ടൊക്കെ ഇങ്ങനെ ഇത്ര ഭംഗിയായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ആടുജീവിതത്തിലൊക്കെ കണ്ട ഒരു മരുഭൂമിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വേറെ ലെവൽ ഓഫ് ആ മരുഭൂമി അങ്ങനെ കാണിക്കുന്ന ലെവലൊക്കെ വേറെ ലെവലാണ് കാണിക്കുന്നത്. ഓ അടിപൊളി. ഞാൻ ശരിക്കും മൂവി തിയേറ്ററിലെ ബിഗ് സ്ക്രീനിൽ മിസ് ചെയ്തു. ശരിക്കും ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ആ സമയത്ത് ഞാൻ ട്രാവലിങ്ങിലൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റില്ല. പിന്നെ വന്നപ്പോഴേക്ക് ഈ മൂവി മാറിപ്പോയി. ശരിക്കും എനിക്ക് ഐമാക്സിൽ കാണുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന മൂവിയാണ്. ഞാൻ മാഡ് മാക്സ് മറ്റേ ഇതിൻ്റെ മുമ്പത്തെ പാട്ടുണ്ടല്ലോ, അത് ഞാൻ അതിൽ തന്നെ കണ്ടത്, ഐമാക്സിൽ തന്നെ കണ്ടത്. അടിപൊളിയായിരുന്നു. ഇതും ഐമാക്സ് കാണുന്നുണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. അപ്പോൾ പക്ഷെ ഇത് ശരിക്കും മിസ്സായിപ്പോയി. ഒടുക്കത്തെ ഫീലാണ് മൂവിക്ക്. ഞാൻ ഈ 75 ഇഞ്ചിൻ്റെ TV-യിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു മൂവി കാണുമ്പോൾ. ഞാൻ അത്ര വലിയ സൗണ്ട് എഫക്ട്സിലൊന്നും അല്ല ഇട്ടിരിക്കുന്നത്, പക്ഷെ എന്നാലും കിടന്ന സൗണ്ട് എഫക്ട്സ്, പൊളി. ആക്ഷനൊക്കെ രക്ഷയില്ലാത്ത വൈബായിരുന്നു. ആക്ഷൻ പൊളിച്ചുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ്, നിങ്ങൾ മിസ്സാക്കല്ല. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വേഗം ഈ സാധനം ഇട്ട് കണ്ടോ. OTT-യിലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. നല്ല കിടിലം ക്വാളിറ്റി 4K-യിൽ തന്നെ കാണണം. അതാണ് അതിൻ്റെ മൂവിയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അടിപൊളി എഫക്ട്സ് ആണ്. മീൻസ് ആ സ്ക്രീൻ എന്താ പറയുക, നമ്മളെ സൗണ്ട് എഫക്ട്സും പിന്നെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഭയങ്കരമാണ്. ഓരോ ഷോട്ടും എടുത്തിരിക്കുന്നത് ബ്രില്യൻ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് കഴിഞ്ഞ മൂവിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഈ മൂവിയാണെന്ന് എനിക്ക് പറയണം. എന്ന് പറഞ്ഞാൽ ഷോർട്സും പിന്നെ ആ ഒരു ആക്ഷൻസും ഒക്കെ വളരെ അതിഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മൂവി ഞാൻ മോശമാണെന്നല്ലേ പറയുന്നത്, കഴിഞ്ഞ മൂവി അടിപൊളിയായിരുന്നു. ടോം ഹാർഡി ആയിരുന്നു. പിന്നെ മറ്റേ, ഓ എന്താണ് അവരുടെ പേര്, മറന്നുപോയി, വയലുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് കാരണം ബിക്കോസ് ഇതിൽ ആക്ഷൻ അടിപൊളിയാണ്. പിന്നെ ക്യാമറ ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ പിന്നെ ഹെൻറി, നമ്മളെ എൻ്റെ ക്രിസ് ഹെംസ്വർത്തിന്റെ ഒരു രക്ഷയില്ലാത്ത ഡോക്ടർ ഡെമൻഡസിന്റെ ക്യാരക്ടർ ഉണ്ട്, ഒരു രക്ഷയില്ല. പുള്ളി കലകിയിട്ടുണ്ട്.
അതുപോലെ ആ പണ്ട് റെസ്ലിംഗ് ഉണ്ടായിരുന്നൊരു പയ്യനെ കണ്ടല്ലോ, എന്തായാലും പുള്ളിയുടെ പേര് ഞാൻ നോക്കട്ടെ. ഓ, എന്താണ് പുള്ളിയുടെ, പുള്ളി ഓസ്ട്രേലിയൻ തന്നെയാണ്. അപ്പോൾ ഇതിൽ കുറേ ഓസ്ട്രേലിയൻസ്. ആ, നേതൻ ജോൺസ്, പുള്ളി ഓസ്ട്രേലിയ പണ്ടത്തെ ജയിലിലൊക്കെ ഇടുന്ന പണ്ടത്തെ കൊലപ്പുള്ളിയൊക്കെയാണ് പുള്ളി. കൊലപ്പുള്ളി എനിക്കറിയില്ല, പുള്ളി ജയിൽ ടൈമൊക്കെ അനുഭവിച്ച് വന്നുള്ള ആളാണ്. അന്ന് WWE ഭയങ്കര ഒരു എന്താ മെനസിങ് ഫിഗർ ആയിരുന്നു പുള്ളി. ആ, അടിപൊളിയായിട്ടുണ്ട് അവർ. അല്ല, അവരെ അടിപൊളിയായിട്ടുണ്ട്, പുള്ളി അടിപൊളിയായിട്ടുണ്ട്. പുള്ളിക്ക് പക്ഷേ അധികം റോളില്ല, കഴിഞ്ഞതിൽ കുറച്ചുകൂടി റോളുണ്ടായിരുന്നു. ഇതിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇതില്ല, അത്രയ്ക്ക് അങ്ങോട്ട് പ്രോമിനൻ്റ് ആയിട്ടുള്ള റോളില്ല. എന്നാലും ഓക്കെ. പക്ഷെ സംഭവം പൊളിച്ചു ഗൈസ്. ഇത് കാണേണ്ട ഒരു പടം തന്നെയാണ്. ഫ്യൂരിയോസ, ആ ഒരു കഥാപാത്രം ചെയ്ത ഒരു അന്യ അന്യ ടൈലർ പൊളിച്ചിട്ടുണ്ട്. നല്ല ഒരു മൂവി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതലിപ്പോൾ എനിക്ക് ഒരു റിവ്യൂ പറയാനില്ല. ഞാൻ പിന്നെ അങ്ങനെ എന്താ പറയുക, നമ്മൾ റോസ്റ്റിങ്ങും ഇതൊന്നും ചെയ്യുന്നില്ല ഇതിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവി. അപ്പോൾ നിങ്ങൾ ഇത് പറ്റുമെങ്കിൽ നിങ്ങൾ കാണും. ഓക്കെ, അപ്പോൾ ബൈ ബൈ.